ചെറിയൊരു മുട്ട പൊട്ടി. ഹലോ ഗായ്സ്, ഇപ്പൊ എന്താണ് അവസ്ഥ? പുരാവസ്ഥ സിനാന ഗ്യാസ് കേട്ടാ ആകെ അലമ്പായിട്ടുണ്ട്. നമ്മളിപ്പോൾ ജയ്പൂരിൽ നമ്മൾ രാവിലെ കാശ്മീർക്ക് ഉച്ചക്ക് പോവും ഇൻഷാ അല്ലാഹ്. കാശ്മീരിലെ അവസ്ഥ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ്മീർ പോവാം. ഒരു 80% ഓക്കെയാണ്. അതെ, തുറന്നു പറഞ്ഞു. നമ്മൾ പോകുന്നത് ജന്തർ മന്ദർ ഹവാ മൻസിൽ. സൈഡിലാണുള്ളത് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ഥലം. ഹലോ ഗൈസ്, വെൽക്കം ടു ജന്തർ മന്ദർ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതാണ് ജന്തർ മന്ദർ. ജന്തർ മന്ദറിൽ ശ്വാസം കിട്ടാത്തതുകൊണ്ട് അഷിത് കഫം മൂക്കടം മനസ്സിലായടാ? ഇവിടെ മനസ്സിലായത് അത് മാത്രമേ ഉള്ളൂ. ഞാൻ പണ്ടത്തെ കാലത്തെ ക്ലോക്ക് വര റോക്ക് ചെയ്യുമ്പോൾ മാസ് നമ്മുടെ ചെക്കന്മാർ സ്ലോമോ നടക്കാറുണ്ട്. അവിടെ പണ്ട് ഉണ്ടതായിരുന്നു. തിളച്ച് വരിക ചത്തു. അവിടെ നമുക്ക് കാണാൻ നമുക്ക് കുറച്ച് കച്ചറ മലയാളി ആൾക്കാർ. ഇത് നമ്മുടെ ആൾക്കാരല്ലല്ലോ. കച്ചറ അഭിപ്രായം ജയിക്കാൻ പറ്റിയില്ല. അതിന്റെ മുന്നേ തട്ടി എന്താ മറച്ച് വെച്ചിക്കണേ? എവിടെ എവിടെ? മറച്ച് വെച്ചിട്ട് കൊള്ളാലേ മ്യൂസിയം. കിണ്ണങ്ങാച്ചി സാധനം വേണ്ട. എവിടെയോ കണ്ട
ഷഹീൻ ഫോട്ടോഗ്രാഫർ. പരിപാടി ചെയ്യരുത്. അവിടെ പോയി ഇനി അടുത്ത് ഹവാമാല് പോയി നമുക്കിന്ന് കാശ്മീർ ഓൺ ആയിട്ടുണ്ട് അല്ലേ ആദ്യം കാശ്മീർ ഓൺ ആയിട്ടുണ്ട്. നമ്മളവിടെ ഐസ് ലേറ്റ് ആയി. അതുപോലെ ഇപ്പം ഈ ട്രെയിൻ മിസ്സാവും അറിയില്ല, കാശ്മീരിലെത്തും അറിയില്ല. കഴിച്ചോക്ക് എന്താ പാട് കാണിക്കേ. ചത്തോ ഹവാമാൽ ഹവാമാൽ കണക്ക് ഹവ എന്ന് പറഞ്ഞാൽ ഹവ കാറ്റ്. മഹൽ എന്താ? പാലസ് ഓർ കൊട്ടാരം. ഇല്ല രാജ മഹൽ എന്താ? മഹൽ പാലസ് പാലസ്. ആ ഇത് നാഫിയാണല്ലോ. എന്താ വാങ്ങിയത്? ഓക്കെ അല്ലേ? ഷെയ്ഫ് ഓക്കെ അല്ലേ? മോഹൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഞാൻ എൻട്രൻസ് നമ്മൾ പിള്ളേരൊക്കെ കയറുന്നു. കണ്ടിട്ടുണ്ട് ഹവാമഹലിൻ്റെ എൻട്രൻസ് ആണ്. ഹവാമഹൽ കണ്ടോ? മോദി പവർ അതല്ല പറഞ്ഞേ. ജയ് ശ്രീരാം. ബാക്കോട്ട് വാ. എനിക്ക് ഒരു 5 മിനിറ്റായി ഫോട്ടോക്ക് പോസ്റ്റ് നിൽക്കണം. നമുക്ക് നോക്കാം. അയാൾ മാറി നിൽക്കണം. നമുക്കവിടെ പോവാം. കാരണം ഇപ്പം നമുക്ക് പോവുകയാണെങ്കിൽ അയാൾക്ക് ഡിസ്റ്റർബൻസ് ആവുക. മാറി പോവാം. ഹവയില്ലാത്ത ഹവാമഹലിലൂടെ കാർത്തികും സിതാനും ഫോട്ടോഗ്രാഫേഴ്സിനെ കണ്ട് സ്റ്റക്കായി. നടന്നോ നന്നായി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം സിതാനും ആണ് എനിക്കൊരു കൂട്ടിനായിട്ട് വന്നത്. അപ്പോൾ അവരെ കൊണ്ട് ഞാനൊരു ഫോട്ടോ എടുപ്പിച്ചു. ആദി എങ്ങനെയാണ് നോക്കി കാണുന്നത്? എന്തിന്? ഹവാമഹൽ. ഹവാമഹൽ ഒരു നെഗറ്റീവ് റിവ്യൂ ആണ്. അതെന്ത് പറ്റി? ഹവ എന്ന് പറഞ്ഞാൽ ഹവ വേണം. അത് ഹവ ഹവല്ല അവല്ല അതാണ് ഹവ പറഞ്ഞ കാറ്റ്. ഓ കാറ്റാണ് ഹവ. നല്ല കാറ്റൊക്കെയുള്ള സ്ഥലമാണ്. കാറ്റില്ല. ഞാൻ ശരി കേട്ടോ ഗൈസ്. ഇതാണ് അമ്മാവൻ്റെ ഫ്രണ്ട്. ഇതെന്താ കറുത്ത സംഭവം? ഇതാണ് ഹാൻഡ് മെയ്ഡ് വള ഉണ്ടാക്കൽ. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി തരും. പുറത്ത് പോയിട്ട് വണ്ടർഫുൾ. അതിലുണ്ടാവും.
നമ്മളിപ്പോൾ അജ്മീർ ജംഗ്ഷൻ അല്ല ജയ്പൂർ ജംഗ്ഷനിലാണ്. നമ്മൾ കാശ്മീർക്ക് എത്തൂല, പോകാൻ കഴിയൂല ഒക്കെ വിചാരിച്ചു. ബട്ട് ഹിയർ വി ഗോ. നമ്മളിത് അവിടെ കാശ്മീർക്ക് ട്രെയിൻ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും കാശ്മീർ നമ്മൾ ക്ലാസ്സിൽ പോസ്റ്റർ വരെ ഒട്ടിച്ചു. മഞ്ഞാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മണാലി പോവാം, കസോളിലൊക്കെ പോവാം. നമ്മൾ കാശ്മീരിൽ സ്നോ ഫാന്റസി വരെ പോവാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് കാശ്മീർ പോകും പറഞ്ഞു. കാശ്മീർ നമ്മൾ പോകും. ഇൻഷാ അല്ലാ. എടുത്ത് പോവാണ് ഇൻഷാ അല്ലാ. എവിടുക്ക പോണേ? ജമ്മു. രാജ്യ ജമ്മു. आरती एक पानी दे दो, एक पानी ഹായ് ഗായ്സ്, ഇപ്പം നമ്മൾ ജമ്മു കാശ്മീർക്ക് പോവാണ്. ഇപ്പം നമ്മൾ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിലാണ്. ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. ഞങ്ങൾക്കാണ് അബീനെ അടങ്ങിക്കണ്ടില്ലേ. പക്ഷേ ഇതല്ല അടിപൊളി കോച്ചില്ലേ. ഈ സ്ലീപ്പറിൽ ഏറ്റവും വൃത്തിയായിട്ട കോച്ച് ചെയ്തു അപ്പുറത്തേക്ക് ഞങ്ങളുടെ അടുത്ത് നല്ല മഞ്ഞ് പോലത്തെ ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ആകെ ലോക്കലാണ്. പക്ഷെ ഞങ്ങളുടെ പുതിയ സാധനങ്ങൾ വേറെ എന്താ പറയുന്നത്. ജമ്മു താവി. ഇനി ഒന്നെങ്കിൽ ഇപ്പോൾ രാത്രി കാണാൻ പറ്റാ, നാളെ. സംഭവിക്കണേ തല്ലാണെന്ന് തോന്നുന്നു. ഒച്ചൊക്കെ ഉണ്ടാവും. എന്താ ഇതിൽ എവിടെക്കണ കോട ഇപ്പൊ ലൈറ്റ് ഒന്നും ഇല്ല ഗായ്സ്. അതുകൊണ്ട് കോട കാണാനല്ല. ലൈറ്റിന്റെ ഭാഗം ലൈറ്റ് ഉണ്ടായപ്പോലെ വിഷയം പാലം എടുക്കാൻ തന്ത്രക്കാൻ പറ്റാ. ഈ തണുപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാ. എങ്ങനെ പിന്നെ കാശ്മീരിലൊക്കെ നിൽക്കാം. നമ്മുടെ സൈഡായി ഇപ്പൊ തന്നെ കാശ്മീർ എത്തിയോ? അപ്പൊ ദിസ് ഈസ് സുഹൈർ സൈനിങ് ഓഫ്.